ഏറെ കൊള്ളക്കമുണ്ടാക്കിയ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധി നാളെ. ഒന്നാം പ്രതി പൾസർ സുനി അടക്കം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഫെബ്രുവരി 17 കേരളക്കരയെ ഞെട്ടിച്ച ആ സംഭവമുണ്ടായത്. തൃശൂരിലെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ അത്താണിയിൽ വെച്ചാണ് നടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ കൊടും ക്രൂരത അരങ്ങേറിയത്. പിന്നീട് നിരവധി നാടകീയതകൾ, വിവാദങ്ങൾ. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പ്രസ്താവം. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി പ്രതിയാക്കിയിരുന്ന ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. ഗൂഢാലോചന, കൂട്ടബലാത്സംഗം ഉൾപ്പെടെ 12 വകുപ്പുകളും പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്ന് വിചാരണ കോടതി കണ്ടെത്തി. ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെയും ക്രിമിനൽ ഗൂഢാലോചന, കൂട്ടബലാത്സംഗം, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. പരമാവധി ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിത്. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യവും. കേസിൽ 11 മണിയോടെയാണ് ശിക്ഷയിന്മേൽ വാദം തുടങ്ങുക. ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷവും മറ്റു പ്രതികൾ 6 വർഷവും 5 മാസവും വിചാരണ കാലയളവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇതും പ്രതികളുടെ പ്രായവും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. നടിയെ ബലാത്സംഗം ചെയ്തതിൽ പങ്കില്ലെന്നും അതിന് പിന്തുണ നൽകിയ കുറ്റമാണ് ബലാത്സംഗ കുറ്റമായി വ്യാഖ്യാനിക്കുന്നത് എന്നുമാണ് 2 തൊട്ട് 6 വരെ പ്രതികളുടെ അഭിഭാഷകരുടെ വാദം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റെ ബെഞ്ചാണ് ശിക്ഷ വിധിക്കുക. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക. അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കോടതിയെല്ലാം ശരിയായി മനസ്സിലാക്കിയെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയ കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത്? ഈ പെൺകുട്ടിയുടെ നേരെ നടക്കാൻ പാടില്ലാത്ത സംഭവം അത് നടന്നിരിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും ഭയാനകമായ കാര്യം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് നടൻ ടൊവിനോ തോമസ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ദിലീപ് സിനിമാ സംഘടനകളിലേക്ക് വരുന്ന കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു സംവിധായകൻ സത്യ അന്തിക്കാടിന്റെ പ്രതികരണം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.